ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ സൈന്യത്തിന് ഉത്തരവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലബനനുമായുള്ള വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിയതിന് 3-ാം ദിവസമാണ് നെതന്യാഹുവിന്റെ ഈ നീക്കമെന്നത് ശ്രദ്ധേയം. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ് ആക്രമിച്ച് തകർത്തതെന്ന് ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ളയ്ക്കെതിരായ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലബനനുമായുള്ള വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിയതിന് 3-ാം ദിവസമാണ് നെതന്യാഹുവിന്റെ ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ശനിയാഴ്ച തെക്കൻ ലബനനിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലി നിർദ്ദേശപ്രകാരം പുതിയ ആക്രമണങ്ങൾ ഉണ്ടായതും ഇരുപക്ഷവും തമ്മിൽ അതിർത്തി കടന്ന് നടത്തുന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. വെടിനിർത്തൽ നീട്ടിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ലബനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ. തെക്കൻ ലബനിലെ 2 ടൗണുകൾക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. ഇവിടെ നിരവധി വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ് ആക്രമിച്ച് തകർത്തതെന്ന് ഇസ്രയേൽ സൈന്യം എക്സ് പോസ്റ്റിലൂടെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരേക്കും നൽകിയിട്ടില്ല. ഹിസ്ബുള്ള രാജ്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായും അതിന് മറുപടിയായാണ് ആക്രമണമെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ലബനനിൽ താൽക്കാലിക വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയതായാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. വൈറ്റ് ഹൗസിൽ ചേർന്ന അമേരിക്കയിലെ ഇസ്രയേൽ ലബനൻ അംബാസഡർമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു പ്രഖ്യാപനം വന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനീസ് പ്രധാനമന്ത്രി ജോസഫ് ഔനും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ US സന്ദർശിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.